കിച്ചണിൽ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനകത്ത് വിട്ടേക്ക്. കിച്ചണിൽ പിറകെ പോയാൽ എനി വുമൻ, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ഓൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. അറിയണമെന്ന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. സുധിന് പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതിന്റെ +2 SSLC നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവര് കള്ളം പറയത്തില്ല. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഹലോ, നമുക്കിന്ന് ഓന്തച്ഛനെ കുറിച്ച് സംസാരിക്കാം. അവസരത്തിനൊത്തൊത്തൊത്ത് മാറുന്ന ആൾക്കാരെ ഓന്ത് എന്നല്ലാണ്ട് വേറെന്ത് വിളിക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഓന്തച്ഛൻ എന്ന് ഞാൻ വിളിച്ചേക്കുന്നത്. എന്തൊക്കെയായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. രേണുസുധിനെ എവിടെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ അവിടെയൊക്കെ കുറ്റം പറഞ്ഞ് അവിടെയൊക്കെ ഇന്റർവ്യൂവും കൊടുത്ത്, മറ്റേ ബിഗ് ബോസിൽ പോയ സമയത്തുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, രേണുസുധി 100 ദിവസം അവിടെ ഇരിക്കണം എന്നിട്ട് തേഞ്ഞൊട്ടി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ മനുഷ്യൻ, സോറി ഓന്തച്ഛൻ ഇപ്പം പറഞ്ഞ ചില ഡയലോഗുകളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. ശരിക്കും എന്നാ പിന്നെ ഇത് മുമ്പേ ചെയ്താ പോരായിരുന്നോ? മുമ്പ് അതൊന്നും ചെയ്യാതെ എല്ലാ ഇന്റർവ്യൂവിലും രേണുസുധിനെ കുറ്റം പറഞ്ഞ് രേണുസുധിനെ എവിടൊക്കെ താഴ്ത്തി കെട്ടണോ അവിടൊക്കെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരുന്ന നിങ്ങക്ക് ഇപ്പോഴാണോ ബോധോദയം വന്നേ? ഈ ബോധോദയം നേരത്തെ വരായിരുന്നല്ലോ. ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല അവരെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല, അവരെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അതാണ്, അവരോരോ തെറ്റും ചെയ്യുന്നവരല്ല. ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലം കൂടെ നിന്ന ഞങ്ങളാണ് തെറ്റൊക്കെ ചെയ്ത ആൾക്കാര്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിന് വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക. ഇത് മാത്രമാണ്, അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്തു തന്നെ കൊടുക്കും. എന്തൊരു സ്നേഹം, എന്തൊരു എളിമ. അയ്യോ, ആരും കാണാതെ പോവരുത് കേട്ടോ. ക്ഷീണിതാവസ്ഥ ഇരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലെ പറയും നിനക്ക് അടങ്ങാറായില്ലോ. ഇതെന്താണ്? അപ്പൊ സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവര്? അവരും ഈ ലോകത്തിൽ നമ്മളെ പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കും. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണുസുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഭയങ്കര വിശ്വാസം. ഇനി ഈ അച്ഛന്റെ പഴയ കുറച്ച് വീഡിയോസ് കാണിച്ചുതരാം. നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ട് രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയി. രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുധി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല. ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അതിന്റെ സങ്കട ഹോം സിക്നെസ് എനിക്കെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു, വാദമാടം പുറത്തു വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. ഏസിക്ക് 1.5 വർഷം. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഒക്കെ കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉണ്ട് അതില്. പക്ഷെ എനിക്ക് കട്ട് ചെയ്ത് വീഡിയോ വെക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ വച്ച് കാണിച്ചു തന്നേരം. എനിക്കൊന്നും കഴിഞ്ഞില്ല. ചോര കണ്ടപ്പോ ഞാൻ ബോധം കിട്ടി. പിന്നെ വാർത്തമാടം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതാണ്. നമ്മള് DCA എന്ന് പറയാം. അവള് ആ രേണുസുധി പറഞ്ഞത് എന്താണ്, എഞ്ചിനീയർ ആണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഇവര് 3-4 കോഴ്സ് പഠിച്ചു. നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ എറിയുമല്ലോ. നേഴ്സിങ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും ശ്രുതി മരിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്തു. ഏതിന്റെ? +2 SSLC. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവര് കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എന്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2 SSLC സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. അത് താജുദ്ദീൻ. എന്റെ ജോലിയായത്. ജോലി എന്താണെന്നറിയോ? പരദൂഷണം പറയുക, അവസരത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറുക. ഇതൊക്കെയാണ് ഒരു പുരോഹിതന്റെ ജോലി. ഇവര് ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവര് പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം ടിവാൻഡം ഏതാ ടിവാൻഡോ എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഒരു വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷെ ശ്രുതി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ +2 SSLC സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവർ പൊതുസമൂഹം കണ്ടതാണ്. ഇതാണ് പുരോഹിതന്റെ ജോലി. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പുരോഹിതന്മാരൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണം. അമ്മാതിരി ജോലിയാണ് ജോലി. കഷ്ടോടെ പുച്ഛം തോന്നുന്നു ഇങ്ങേരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരില്. ഓന്ത് നിറം മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇമാതിരി നിറം മാറില്ലേ, കഷ്ടം. വെറുതെ അല്ല, ഓരോരുത്തർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരില് കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു അസുഖം വന്നപ്പോ രേണുസുതി പുണ്യാളത്തി, ബാക്കിയുള്ള ആൾക്കാര് കുറ്റക്കാര്. വേറൊരു കാര്യം ചോദിക്കട്ടെ അച്ചോ, ആ സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നോ? ആ സ്ഥലമൊക്കെ വിൽക്കാൻ കൂടെ നിക്കാന്ന് വല്ലതും രേണുസുതി പറഞ്ഞോ? അതോ ആ സ്ഥലം വിൽക്കാനുള്ള സഹായമൊക്കെ ചെയ്ത് വല്ല വീഡിയോസ് ഒക്കെ ചെയ്യാന്നോ? അതല്ലെങ്കിൽ വേറെ സ്ഥലം മേടിക്കാൻ പൈസ തരാന്നോ? സംതിങ് എന്തെങ്കിലൊക്കെ. അല്ല, ഇങ്ങനെ ഓന്ത് നിറം മാറുന്ന കാണുമ്പോ നമ്മള് ചോദിക്കണല്ലോ, എത്രയും നാളും ആ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നെഞ്ച് തടിച്ചിരുന്ന് കരച്ചിലായിരുന്നു രേണുസുതി കാരണം. അല്ല, ഇപ്പൊ നേരെ തിരിഞ്ഞ് രേണുസുതി പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി, സമ്പന്ന കുടുംബത്തിലെ കുട്ടിയല്ല. എത്രയും പെട്ടെന്ന് രോഗം ശരിയാവട്ടെ, അതെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. കിച്ചു ഭയങ്കര മോശപ്പെട്ടവൻ അല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഒരു ഡൗട്ട്. രേണുസുതി സ്ഥലം വിൽക്കാനൊക്കെ സമ്മതിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് വല്ലതും പറഞ്ഞോ എന്നുള്ളതേ പറയാൻ പറ്റത്തില്ലേ. നമ്മുടെയൊക്കെ ഈ ബെനിഫിറ്റ്സ് കിട്ടുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന ആൾക്കാര് പെട്ടെന്ന് അപ്പുറത്തോട്ട് മറിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ വല്ലതും ആണെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. ശരി എന്നാ.